2020 ഒക്ടോബറിലാണ് നെക്സോൺ EV പ്രൈം വാങ്ങിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 2025 ജൂലൈ വരെ ഏകദേശം 1,99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുക. ബേസിക്കലി EV കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇതിലാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എടുത്തതിൻ്റെ ഒരു കേസ് പറയാം. ആദ്യമേ ആക്ച്വലി പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ, ആക്ച്വലി ഞാൻ EV ഇറങ്ങിയപ്പോൾ നെക്സോൺ EV ഇറങ്ങിയപ്പോൾ തന്നെ EV നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് വണ്ടി എടുക്കേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു സാറ് പറഞ്ഞതുപോലെ ലോണൊക്കെ വളരെ പെട്ടെന്ന് ശരിയാക്കിയാണ് നമ്മൾ വണ്ടി എടുത്തത്. അതായത് നമ്മൾ വണ്ടി എടുക്കണമെന്ന് തീരുമാനിച്ച് 3 ദിവസത്തിനുള്ളിലാണ് ഈ ലോണിൻ്റെ പേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്തു, ഞാനൊരു ഒഫീഷ്യൽ ട്രിപ്പിന് പോവുകയും ചെയ്തു. സോ അതുകൊണ്ട് ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പ്രോസസ് ചെയ്ത് എൻ്റെ ചേട്ടൻ്റെ മാരേജും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് വണ്ടി എടുത്തത്. അതിനും കൂടെ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ വണ്ടി എടുത്തത്. സോ വണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെയും ഗുണങ്ങളുടെയും കാര്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് പറയാം. അപ്പോൾ ഇതിനകത്ത് മറ്റേ സ്റ്റാജൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ പുറത്തൊരു വീട്ടിൽ കൊണ്ടുവന്ന് ചാർജർ കുത്തുന്ന കാര്യം. സോ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് യോബൈക്ക് എന്ന് പറഞ്ഞൊരു ബൈക്ക് EV സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കരുനാപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ അടുത്തുള്ള ഒരു വീട്ടിൽ കയറ്റി കുത്തി ചാർജ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അങ്ങനെ EV പണ്ട് തൊട്ടേ നമ്മളുടെ വീട്ടിലെല്ലാവരും സപ്പോർട്ടായിട്ട് തന്നെയാണ് വണ്ടി എടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഈ പറഞ്ഞ പോലെ ടിവോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, നിവോ എന്ന് പറഞ്ഞ നെക്സോൺ EV ഓണേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, പിന്നെ ഇവോക്ക്, പിന്നെ ഇപ്പോൾ EV ക്ലബ്ബ്, ഇങ്ങനെയെല്ലാം പല ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. ബേസിക്കലി എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലെന്ന് വെച്ചാൽ ഇതെല്ലാം ആൾക്കാർക്ക് EV വാങ്ങിച്ചിട്ടുള്ളവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. പലരും ഒരു സാധാരണ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാഘവത്തോടെയാണ് വണ്ടി വാങ്ങിക്കുന്നത്. ഓടിക്കുന്നതിൻ്റെ ചിലവ് കുറവ് ഇത് കൺസിഡർ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ കൂടുതൽ ഡീറ്റെയിൽസും സംഗതികളും ഒന്നും ആർക്കും അറിയാനും താല്പര്യവും ഇല്ല, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കില്ല. അപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ഞാൻ മെയിൻലി വിചാരിക്കുന്നുള്ളൂ. ഞാൻ പലതും വിട്ടുപോകും, അതുകൊണ്ടാണ് കുറേ പോയിൻ്റായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ EV കമ്മ്യൂണിറ്റി നേരത്തെയൊക്കെ ഈ ചാർജിങ് സ്റ്റേഷനിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ നല്ല രീതിയിൽ കൂടെ തമ്മിൽ സംസാരിക്കുന്ന ഇഷ്യൂസ് കണ്ടുപിടിക്കലും പ്രശ്നങ്ങൾ തമ്മിൽ പരസ്പരം ഇൻഫർമേഷൻ ഷെയർ ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഒരു 2 വർഷം മുമ്പുള്ള ഒരു കേസ് പറയുകയാണെങ്കിൽ ഇതേപോലെ സാറ് പറയുന്ന പോലെ ഞാൻ പോകുമ്പോൾ ഒരു നെക്സൺ തന്നെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഒരു ഇസഡിസ്. അപ്പോൾ ഞാൻ 15% എങ്ങനെയെങ്കിലും ചവിട്ടി പിടിച്ച് തൃശ്ശൂരെ ചാർജിങ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു കാര്യം ഒക്കെ ഞാൻ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു, ലൈഫിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ചാർജ് ചെയ്താൽ എനിക്ക് ചാർജിങ് സ്ലോട്ട് കിട്ടി. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ EV കമ്മ്യൂണിറ്റി കാരണം കുറേ അധികം ആൾക്കാർ നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി അല്ലാതെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ കേസിലാണെങ്കിൽ ഒരു ജോജു, അതേപോലെ തന്നെ ജോബി എന്നൊക്കെ പറഞ്ഞ ഒരു ജോജു എന്ന് പറഞ്ഞൊരു ഡോക്ടറിന് ഈ പറഞ്ഞ പോലെ ചാർജിങ് വർക്ക് ചെയ്യാതെ വന്നിട്ട് അവിടെ പോയി ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജോബി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ കോട്ടയമാണ് സ്ഥലം. പുള്ളിക്കാരൻ്റെ ചാർജർ കേടായി പോയിട്ട് അത് വാറണ്ടി മാറി കിട്ടുന്ന സമയത്ത് ആക്ച്വലി എൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗുരുദേവ് സാറ് ഇപ്പോൾ BID ഓണർ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ പല ആൾക്കാർ നമ്മൾ ഇപ്പോൾ അല്ലാതെ EV എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന കൃഷ്ണപ്രശാന്ത് സാറ്, ഇപ്പോൾ ഗോവിന്ദ്, നദീം, ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മളെ ഈ ഒരു ബേസിസിലാണ് നമ്മൾ കാണുന്നത്. മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഷിബു അതൊക്കെ. സോ ഇതിനകത്ത് ഞാൻ പറയുന്ന ഇഷ്യൂസും സംഗതികളും ഒന്നും ഒരിക്കലും ഒരാളിനെ ബ്ലെയിം ചെയ്യാൻ, ഒരു മാനുഫാക്ചറിനെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പറയുന്ന പ്രശ്നങ്ങളല്ല. ഇവിടെ ഇരിക്കുന്ന ഒരാളും അത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം, അതിന് സൊല്യൂഷൻ ഉണ്ടാകണം. അത് ഏത് മാനുഫാക്ചറാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ടൈമില്ലാഞ്ഞിട്ടും ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഇതിനകത്ത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ 1.9 ലക്ഷം കിലോമീറ്റർ ഓടുന്നതിനിടയ്ക്കുള്ള എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബേസിക്കലി കംഫേർട്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ എഫിഷ്യൻസി, അതാണ് വളരെ മെയിനായിട്ട് ഞാൻ പറയുന്നൊരു സംഗതി. അതായത് ഈ EV എടുത്തതിന് ശേഷം എനിക്ക് വണ്ടി ഓടിക്കുന്ന രീതിയിൽ വലിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അതായത് പണ്ട് ഞാൻ എക്കോസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിലല്ല ഈ നെക്സോൺ EV എടുത്തതിന് ശേഷം ഞാൻ ഓടിക്കുന്നത്. വളരെ ലീനിയറായിട്ടാണ്. എഫിഷ്യൻസി, റേഞ്ച് കുറവായതുകൊണ്ട് റേഞ്ച് മാക്സിമം കിട്ടാൻ വേണ്ടി അതെനിക്ക് തോന്നുന്നു 2020-2022 സമയത്തൊക്കെ വണ്ടി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും ചോദിച്ചാൽ അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കാണും. റേഞ്ച് കുറവായതുകൊണ്ട്
അത് മാക്സിമം എഫിഷ്യൻ്റായിട്ട് ഓടിക്കേണ്ട റിക്വയർമെൻറ്റ് വരുന്നു. പക്ഷെ അപ്പോഴാണ് അങ്ങനെ ഓടിച്ചു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റും അതുകൊണ്ട് നമുക്ക് കുലുക്കോ ഇല്ല അങ്ങനത്തെ കുറേ ബെനിഫിറ്റും സംഗതികളൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടയർ ലൈഫ് എൻ്റെ വണ്ടിക്ക് ഏതാണ്ട് 1,29,000 കിലോമീറ്റർ ടയർ കിട്ടി. അത് ആക്ച്വലി ഡ്രൈവിംഗ് സ്കില്ല് ബെറ്റർ ആയതുകൊണ്ട് 4 1.29 ഓടി 4 2 ലക്ഷം ഓടിയ ആൾക്കാരും ഉണ്ട്. മറ്റേ എന്തായാലും പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ഉത്തരാഖണ്ഡിൽ എങ്ങാണ്ടുള്ള ഒരു പുള്ളിക്കാരൻ ആക്ച്വലി സന്ദീപ് ജമാൽ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ഇല്ല. വണ്ടി എന്റെ 1 ലാഖിന്റെ മുകളിലായിട്ടുണ്ട്. എന്റെ 1.2 അതല്ല ഓക്കെ. അപ്പോൾ 1.29 ഓടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രൈവിങ്ങിലുള്ള ബെനിഫിറ്റ് കാരണം ഉള്ളതായിട്ടേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞ പോലെ വേറൊരു എഫക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രേക്ക് പാഡ് 1.40 എങ്ങാണ്ടാണ് മാറിയത്. അത് ഓക്കെ MRF ആണ്. ഓക്കെ, ബ്രേക്ക് പാഡിന്റെ എമൗണ്ട് നോക്കണം. ഞാൻ ഓക്കെ, ഞാൻ ആക്ച്വലി ഇതെല്ലാം പോയിന്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, മറന്നു പോകും, അതുകൊണ്ടാണ്. പിന്നെ മോശം അനുഭവത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി കുറച്ചധികം മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതൊന്നും എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കുറേയൊക്കെ പോസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്സൊക്കെ. ഞാൻ വണ്ടി എടുത്ത് 3-ാമത്തെ ആഴ്ച ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ നേരത്ത് മാസ്റ്റേക്കിൻ്റെ ഒരു മെഷീനിൽ നിന്ന് ഇഷ്യൂ കിട്ടി. വണ്ടി ടോ ചെയ്തുകൊണ്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വന്നു. കൃത്യം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് സർവീസ് സെൻറ്ററിലായിരുന്നു വണ്ടി. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ എടുത്തത്. പക്ഷേ ഞാൻ വിചാരിച്ചാലും പെട്ടെന്ന് വണ്ടി തിരിച്ചു കിട്ടി. കാരണം ഒരു ദിവസത്തിനുള്ളിൽ, അന്നത്തെ സമയത്ത് ഒരു ദിവസത്തിനുള്ളിൽ വണ്ടി തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഗതിയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് കിട്ടി. ഫാസ്റ്റ് ചാർജ് ഇറങ്ങിയപ്പോൾ കോൺടാക്ട് വെൽഡർ അതൊക്കെ നമുക്ക് ഇപ്പോഴും അറിയാവുന്ന, നേരത്തെ അതൊന്നും അറിയത്തില്ല. ഇതിലാണ് വണ്ടി എടുത്തത്. ചേട്ടൻ്റെ കല്യാണം 29-ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അത് കഴിഞ്ഞ് 3 ദിവസം കണ്ടേ കഴിഞ്ഞുള്ളൂ ഈ ഇഷ്യൂ വന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇതേപോലെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത് ഇടുക്കിക്ക് പോയപ്പോഴാണ്. അത് ആക്ച്വലി ഞാനും അച്ഛനും അമ്മയും കൂടെ, അത് ആക്ച്വലി ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഇഷ്യൂ ആയിരുന്നു. കാരണം ഒരിടത്ത് കോട്ടയത്ത് ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം തന്നെ ട്രിപ്പ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യായിരുന്നു. പക്ഷേ എങ്കിലും ഇടുക്കി ഡാം തുറന്നേക്കുന്നത് കൊണ്ട് അച്ഛനെയും അമ്മയും കൊണ്ട് കാണാൻ പോയതാണ്. തിരിച്ചു വന്നപ്പോൾ നിന്നു. അപ്പോൾ നമ്മൾ ടോയിങ് മാൻ വിളിച്ചു. 2 മണിക്ക് ആദ്യത്തെ തവണ ടോയിങ് മാൻ വിളിച്ചപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് രാത്രി 8:30 അവർ വന്നത്. 1:30 എങ്ങാണ്ട് വിളിച്ചിട്ട് രാത്രി 8:30 പക്ഷേ ഇവിടെ ആക്ച്വലി റൂറൽ ഏരിയ ആയിട്ട് പോലും ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ വണ്ടി വന്ന് ടോ ചെയ്ത് പോയി. എനിക്ക് ടാക്സി സർവീസും കിട്ടി. അത് കഴിഞ്ഞ് 3-ാമതൊരു എക്സ്പീരിയൻസ്, ഇതൊക്കെ ഏതാണ്ട് വണ്ടി എടുത്ത് ഉടനെ ഉള്ള സംഗതിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ 3-ാമത് വന്നത് ഈ അടുത്തിടയ്ക്കാണ്. ഈ അടുത്തിടയ്ക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോയി തിരിച്ചു വന്നപ്പോൾ കോയമ്പത്തൂർ എത്തിയില്ല. കോയമ്പത്തൂർ സത്യഗിരി ഫോറസ്റ്റ് വഴി സത്യമംഗലം ഫോറസ്റ്റ് വഴി കയറി വന്നപ്പോൾ അവിടെ ഇറക്കം ഇറങ്ങി, എന്നിട്ടും ചാർജിങ് സ്റ്റേഷൻ വരെ എത്താനുള്ള, അതായത് ഇറക്കത്തിൽ കാര്യമായിട്ട് റീജൻ ഒന്നും കിട്ടിയില്ല. സോ അതുകൊണ്ട് ചാർജിങ് സ്റ്റേഷൻ വരെ എത്തിയില്ല. ഞാനൊരു 6% ആയപ്പോൾ നിർത്തിയിട്ട് ടോയിങ് മാൻ വിളിച്ചു. അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്തു. പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് ആക്ച്വലി ഈ വണ്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, അതായത് ചാർജിങ് സ്റ്റേഷനിൽ എത്തുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 6-8% ബാക്കി വെച്ചിട്ട് നിങ്ങൾ ടോയിങ് മാൻ വിളിക്കുക. കാരണം എന്താ, എല്ലാവരും ഈ 0% എത്തിക്കും, അല്ലെങ്കിൽ 2% വരെ എത്തിക്കും. അതിനെക്കാട്ടിയും നിങ്ങൾ ഒരു 5% എങ്ങാനും ബാക്കി വെച്ചിട്ട് നിങ്ങൾ ടോയിങ്ങിന് വണ്ടി വിളിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ അവിടേക്ക് എത്തിക്കാനോ അവിടെ നിന്ന് ഡയറക്റ്റ് ഊരിയ കുത്താൻ പാകത്തിനായിരിക്കത്തില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാം. സോ അതുകൊണ്ട് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ വണ്ടി വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്താനൊക്കെ ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു മെയിൻ ഇഷ്യൂസ് വന്നിട്ടുള്ള, എൻ്റെ വണ്ടിക്ക് ABB ചാർജേഴ്സുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ABB ചാർജേഴ്സിൽ നിന്ന് പലപ്പോഴും ചാർജ് ആവത്തില്ല എന്നുള്ളൊരു സംഗതി. ഞാൻ ഒരു പർട്ടിക്കുലർ കമ്പനി പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ അതിനകത്ത് എനിക്ക് ചാർജ് ആവുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രൂവ് ചെയ്യാനും ഒക്കെ വലിയ മെനക്കേടാണ്. പക്ഷേ ആ ഒരൊറ്റ ഇഷ്യൂ കാരണം ഞാൻ ധർമ്മസ്ഥലയിൽ ഒരിക്കൽ ചെന്ന്, അവിടെ ധർമ്മസ്ഥലയിലെ ചാർജിങ് സ്റ്റേഷനിൽ അവിടുത്തെ ഹോട്ടൽ അത്യാവശ്യം ലക്ഷറിയസ് ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഞാനും ഫാമിലി എല്ലാവരും കൂടെ 3 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു. 3 ദിവസം പ്ലാൻ ചെയ്തിരുന്ന ഒരു ട്രിപ്പ് 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ലീവും കൂടെ എടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആണ്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. ബട്ട് അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ആ പ്രശ്നം വന്നിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ആ ചാർജിങ് സ്റ്റേഷൻ അവോയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു കഴിവതും. മീൻസ്
വേണമെന്ന് വെച്ചിട്ടല്ല, എൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ മെഷീനിൻ്റെ ആയിരിക്കും. എന്തായാലും അങ്ങനെ കുറച്ച് മോശം അനുഭവങ്ങൾ. പിന്നെ സർവീസിന് വേണ്ടി ഏതാണ്ട് 85 തവണ എങ്ങാണ്ട് എനിക്ക് ഈ 85 തവണയോളം എനിക്ക് സർവീസ് സെൻ്റർ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു 20ഓളം റുട്ടീനാണ്. ഒരു 50 തവണയെങ്കിലും ഓരോ ഇഷ്യൂ ആയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് റിക്കറിംഗ് ആയിട്ട് എത്ര വട്ടം കയറിയിട്ടുണ്ടാവും ഫോർ ദ സെയിം അൺറിസോൾവ്ഡ് ഇഷ്യൂ? എനിക്ക് 6 തവണ വരെ കയറേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇഷ്യൂവിന്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂവിന്. അതായത് എൻ്റെ വണ്ടിക്കകത്ത് അത് ഒരേ ദിവസമല്ല, അടുപ്പിച്ചടുപ്പിച്ച്. അതായത് അതിപ്പോൾ ചോദിച്ചുകൊണ്ട് പറയുക, അതായത് എൻ്റെ ഹെഡ്ലൈറ്റ് കത്ത് നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ചിലപ്പോൾ ഈ പാഡിൽ ഈ പാസ് അടിക്കുമ്പോൾ ഇത് കത്ത് നിൽക്കും, പിന്നെ ആ സാധനം അണയുമില്ല, പിന്നെ വണ്ടി ഓഫ് ചെയ്താലും അണയുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഊരിയിട്ട് കുത്ത്. സോ ആ ഇഷ്യൂ വന്നിട്ടുള്ള സംഗതി. ആ സമയത്ത് ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഈ സാധനം അവരെ കാണിച്ചു കൊടുക്കാൻ ഒക്കില്ല. ചിലപ്പോൾ 2-3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോകും. പക്ഷേ രാവിലെ ആണെങ്കിൽ നമ്മളിതൊന്നും അറിയത്തില്ല. സോ ഈ ഒരു ഇഷ്യൂ കാണിക്കാനായിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അവർ ആദ്യമേ 2 പ്രാവശ്യം ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇത് റീക്രിയേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പിന്നീട് ഒരു ദിവസം ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഈ ഒരു ഇഷ്യൂ കണ്ടു. അപ്പോൾ ഈ ഇഷ്യൂ കണ്ടപ്പോൾ ഞാൻ നേരെ ഓഫീസിൽ കയറാതെ നേരെ സർവീസ് സെൻ്ററിൽ ചെന്ന് അവിടെ തുറക്കുന്ന സമയത്ത് വരെ ഞാൻ വണ്ടി ഓണാക്കി ഇട്ടിരുന്നു. എന്നിട്ട് അവരെ കാണിച്ചു. അപ്പോൾ അവരത് നോക്കിയിട്ട് ആ പ്രശ്നം കണ്ടു. എന്നിട്ട് അവർ 2 പ്രാവശ്യം ഇത് ഞെക്കിയപ്പോൾ അതങ്ങ് പോയി. അവർ ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന്. ഞാൻ ആക്ച്വലി അതവിടെ കൊണ്ടുവന്ന് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്താ ഇഷ്യൂ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും അവർ അതിൻ്റെ ലിവർ മാറ്റി തന്നു. ലിവർ മാറ്റി തന്നിട്ടും പ്രശ്നം ശരിയായില്ല. ലിവർ മാറ്റി തന്നപ്പോൾ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രശ്നം തീർന്നു. അടുത്ത ദിവസം ഫ്രണ്ട്സുമായിട്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി. അവിടെ ചെന്ന് പാർക്ക് ചെയ്ത സമയത്ത് ഇത് രാവിലെ കത്തിക്കിടക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ട്രെയിനായിപ്പോയി. സോ അങ്ങനെ കുറേ പറയുകയാണെങ്കിൽ അത് കാരണം എൻറ്റയർലി ലോ വോൾട്ടേജ് ബാറ്ററി ഡെഡായി. കാരണം രാവിലെ ആയതുകൊണ്ട് ആ ലൈറ്റ് കത്തിക്കിടക്കുന്നത് ഞാൻ കണ്ടില്ല. സോ ലോ വോൾട്ടേജ് ബാറ്ററി. അതുകൊണ്ട് പിന്നെ ജംപ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് റിലേയുടെ ഇഷ്യൂ ആണെന്ന് കണ്ടുപിടിച്ചിട്ട് റിലേ മാത്രം ഊരി എടുത്തുകൊണ്ട് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു റിലേ മാറ്റി തന്നാൽ മതി. എഴുതിയേക്കുന്നത് ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ആക്ച്വലി എനിക്കൊന്ന് ഗോവിന്ദൻ അറിയാം. ഗോവിന്ദിൻ്റെ ഒരു കേസിൽ ആക്ച്വലി PDUവിൻ്റെ അടുത്ത് എങ്ങാണ്ട് ഒരു ഷോട്ട് വന്നിട്ട് ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലായിരുന്നു. ജംപ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്ക് വന്ന്. സോ അല്ല, ജംപ് സ്റ്റാർട്ട് മീൻസ് നോർമൽ കേസ് ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രശ്നമൊന്നും ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ DC കൺവെർട്ടറിൻ്റെ അകത്തെങ്ങാണ് ഷോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ജംപ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫയർ ഹസാർഡൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ബാറ്ററിയുടെ ടെർമിനൽ ഷോർട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്പാർക്കായിട്ട് ആർക്ക് ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ടെർമിനൽ ഊരി വിട്ടതിന് ശേഷം കുറച്ച് നേരം കുത്തിയിട്ട് ചാർജ് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഞാനത് നോർമലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം, നിങ്ങൾ EV എടുക്കാൻ പോകുന്നവരാണെങ്കിലും യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ യൂസർ മാനുവൽ നിങ്ങൾ വായിച്ചിരിക്കണം. നിങ്ങളുടെ യൂസർ മാനുവലിലുള്ള അല്ലാത്ത കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. യൂസർ മാനുവലിലുള്ള കാര്യം അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം അതിന് വേണ്ടിയിട്ട് ആ സാധനം തന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ സർവീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി എല്ലാവരും ചോദിക്കാറുള്ളൊരു സംഗതി, ഇനി എന്താണ് ഉദ്ദേശം എന്നുള്ളത്. ആക്ച്വലി എൻ്റെ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിലല്ല. ഇപ്പോൾ ഏതാണ്ട് 65,000 കിലോമീറ്റർ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വാട്സാപ്പിനകത്ത്. അത് വന്നിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. വണ്ടി മൂകാംബിയെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് സർവീസ് സെൻറ്ററിൽ മീൻസ് വണ്ടിക്കകത്തൊരു ഹൈ വോൾട്ടേജ് ഇൻഡിക്കേറ്റർ കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു. സോ ആ ഇൻഡിക്കേഷൻ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഐസൊലേഷൻ്റെ ഇഷ്യൂ ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല, ബാറ്ററി അഴിച്ചിട്ട് അയക്കാനേ ഒക്കത്തുള്ളൂ, ഒന്നും ചെയ്യാൻ ഒക്കില്ല. വെള്ളം കയറിയെന്ന് അവർ മെയിലിൽ തന്നെ കൺഫർമേഷൻ തന്നു, ഈ പറഞ്ഞ പോലെ ബാറ്ററിക്കകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വണ്ടി IP67 റേറ്റഡ് ആണ്, റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞ പോലെയല്ല, ഞാൻ 1.25 കഴിഞ്ഞിട്ടും 1.60 വരെയും ഞാൻ വണ്ടി റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു, 7,500 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ടാണ് ഇച്ചിരി ഒന്ന് കുറച്ച് 15,000 കിലോമീറ്റർ ആക്കിയത്. അതും ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ സർവീസ് ചെയ്തിട്ട് പോലും ഈ പറഞ്ഞ ഒരു ഇഷ്യൂ IP67 എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് പറയേണ്ടതാണ്. ആ ഒരു സംഗതി നടന്നിട്ടില്ലായിരുന്നു. സോ അത് കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2024 കൊടുത്തത്. ഇപ്പോഴും അത് റണ്ണിങ് ആണ്. സോ അതിന് ഡീറ്റെയിലോട്ട് പോകുന്നില്ല, പ്രശ്നത്തെക്കുറിച്ച് മാത്രം പറയാം. ആ പ്രശ്നം അത് കഴിഞ്ഞ് ഒരു വണ്ടി എനിക്ക് തിരിച്ചു തന്നപ്പോൾ ഈ ഇഷ്യൂ ഇല്ലായിരുന്നു.
2024 ജൂൺ തൊട്ടിട്ട് 2025 ജൂൺ വരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ആ വണ്ടി ഓടിക്കാനെത്തും. 2025 ജൂണിൽ ഈ പ്രശ്നം വീണ്ടും വന്നു. ഈ പ്രാവശ്യം ഇച്ചിരി കൂടെ സിവിയർ ആയിരുന്നു. കാരണം എൻ്റെ ആ സമയത്ത് ചേട്ടൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ഒരു ഫംഗ്ഷനായിട്ട് ഇവിടെ പോകണമായിരുന്നു, തിരുപ്പതി പോകണമായിരുന്നു. ആ ട്രിപ്പ് പോയത് നൈറ്റ് മെയർ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഓവർനൈറ്റ് വണ്ടി ഓടിച്ചിട്ടാണ് പോയത്. ചാർജിങ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ 15 കിലോ വാട്ടിലും 10 കിലോ വാട്ടിലും 4 കിലോ വാട്ടിലൊക്കെ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെയോ തിരുപ്പതി എത്തി. അത് കഴിഞ്ഞ് പിന്നെ ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നിട്ട് തിരുപ്പതി പോയിട്ട് തിരിച്ചു വരാനായിരുന്നു പ്ലാൻ. അതൊക്കെ ക്യാൻസൽ ചെയ്ത് നേരെ അത് തിരുപ്പതിയിലോട്ടാക്കി. എന്നിട്ട് തിരിച്ച് ബാംഗ്ലൂർ വന്നു. ഇതിനിടയ്ക്ക് കുറേ D2N എറേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം തിരിച്ച് വീട്ടിൽ എത്തി. ആ സമയത്ത് ഈ കൺസ്യൂമർ കോർട്ടിൻ്റെ കുറച്ച് ഫോർമാലിറ്റിയൊക്കെ കാരണം ഞാൻ പിന്നെ കുറച്ചുകൂടെ ഡിലേ ചെയ്തു സർവീസ് സെൻ്ററിൽ കൊടുക്കാനായിട്ട്. ഏറ്റവും അവസാനം പ്രത്യേകിച്ച് ഒന്നും നടക്കാതെ റോഡ് ബ്ലോക്കൊക്കെ ആയി. ഈ പറഞ്ഞ D2N കാരണം ഒരു റോഡ് ബ്ലോക്കൊക്കെ ആയി. തിരുവനന്തപുരത്ത് കുന്നേൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലത്തെ റോഡൊക്കെ കുറേ ബ്ലോക്കായി, തള്ളിയൊക്കെ മാറ്റിയ. ഏറ്റവും അവസാനം അത് ടോ ചെയ്ത് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ വീണ്ടും ഇതേ ഇഷ്യൂ തന്നെ പറഞ്ഞാൽ ഐസൊലേഷൻ ഇഷ്യൂ ആണ്. അത് കാരണം പിന്നെ ഒരു 5 മാസം എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ വണ്ടി ഇട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ നേരത്തെ ബാറ്ററിയുടെ കോസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചതിനെ കുറിച്ച് മീൻസ് എൻ്റെ വണ്ടി വാറണ്ടിക്കകത്തിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോഴോ അവരുടെ അടുത്ത് ഞാൻ എത്രയൊക്കെ കോസ്റ്റ് വരും, എന്തിനൊക്കെ എത്ര വിലയാവും എന്ന് ചോദിച്ചാൽ ആരും മിണ്ടൂല. എല്ലാവരും പറയും അത് കിട്ടൂല. നമുക്കൊന്നും കിട്ടൂല. ബേസിക്കലി നമുക്ക് ഇൻഫർമേഷൻ കിട്ടൂല. ഇപ്പോൾ എൻ്റെ വാറണ്ടി കഴിഞ്ഞു, ഇപ്പോൾ റിപ്പയർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വണ്ടി ബാറ്ററി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബാറ്ററി റിപ്പയർ ചെയ്യാൻ അയച്ചു. സോ റിപ്പയർ ചെയ്യാൻ അയച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. അത് ആക്ച്വലി ഒരു EV യൂസറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനാണ്. കാരണം ഏതാണ്ട് 13 മൊഡ്യൂൾസേ ഉള്ളൂ. 13 മൊഡ്യൂൾസിനകത്ത് ഏതാണ്ട് ഒരു മൊഡ്യൂളിന് 30,000, GST ഉൾപ്പെടെ 30,000, 44,000, 48,000 ആ രീതിയിലുള്ള എമൗണ്ട് മൊഡ്യൂളിനുള്ളൂ. പിന്നെ അതിൻ്റെ റിപ്പയറിങ് കോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ഒരു 50,000 രൂപ എക്സ്ട്രാ ഇട്ടാൽ പോലും 1,00,000 താഴെ വരത്തുള്ളൂ ഒരു മൊഡ്യൂൾ പോയാലുള്ള എക്സ്പെൻസ്. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏതാണ്ട് 9,000 അടുത്തൊക്കെയാണ് ട്രിവാൻഡ്രം ടു എറണാകുളം അവർ പറഞ്ഞിരുന്നത്. അത് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എനിക്ക് ബാറ്ററി പാക്ക് ഇപ്പോൾ എറണാകുളത്താണെന്ന് തോന്നുന്നു, അതെനിക്ക് തിരിച്ച് കിട്ടും. സോ തിരിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ബേസിക്കലി ഉള്ള പ്രശ്നം ഐസൊലേഷൻ ഇഷ്യൂ ആണ്. അതിനകത്ത് വെള്ളം കയറിയെന്നാണ് അവർ പറയുന്നത്. IP67 ബാറ്ററി പാക്കിനകത്ത് വെള്ളം കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെഗുലർ സർവീസിനകത്ത് പിടിക്കണ്ടേ, അങ്ങനെ ഒരു സംഗതി. എന്തുകൊണ്ടാണ് വെള്ളം കയറിയെന്ന് ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും മീൻസ് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നോർമലി വണ്ടി അത്യാവശ്യം കെയറിങ്ങോടെ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചെറിയ സ്ക്രാച്ചോ സംഗതികളോ ഒക്കെ ചിലപ്പോൾ സൈഡിലൊക്കെ മീൻസ് വണ്ടിയുടെ ബമ്പറിലൊക്കെ ഉള്ളത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കാരണം പ്ലാസ്റ്റിക് പാർട്ട് ആയതുകൊണ്ട്. അതല്ലാതെയുള്ള വണ്ടി അബ്യൂസ് ചെയ്യുന്ന രീതി ഞാൻ ഉപയോഗിക്കാറില്ല. വെള്ളത്തിൽ കൂടെ ഒന്നും ഓടിക്കുന്ന കൂട്ടത്തിലല്ല. സോ അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് എന്തുകൊണ്ട് പറ്റി എന്നുള്ളത് അറിയത്തില്ല. അവർ പറഞ്ഞ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടെന്നാണ് ഓറലി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം ബാറ്ററി റിപ്പയർ ചെയ്യൽ അത്ര കോസ്റ്റുള്ള പരിപാടിയല്ല, പക്ഷേ അതിന് കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യലും അതേപോലെ മാറ്റലും അങ്ങനെ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഭാവിയിൽ അത് ഇച്ചിരി കൂടെ എക്കണോമിക്കലാവുമായിരിക്കും. ഇപ്പോൾ 1,00,000 രൂപയാവുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ബാറ്ററിയുടെ വിലയൊക്കെ കുറയുമ്പോൾ 80,000 രൂപ 50,000 രൂപയൊക്കെ ആവുമായിരിക്കും. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന വണ്ടിക്ക് പൈസ ഇറക്കേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം മാക്സിമം ഒരു 2 ലക്ഷം രൂപയ്ക്ക് അകത്ത് പൈസ ഇറക്കി ഈ സാധനം റിപ്പയർ ചെയ്യാൻ ഒക്കുമായിരുന്നെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്തേനെ. അതൊക്കാത്തതുകൊണ്ടാണ് ഞാൻ റിപ്പയറിങ് എന്നുള്ള പോസിബിലിറ്റിയിലേക്ക് പോകാത്തത്. കാരണം മെക്കാനിക്കൽ സാധനങ്ങൾക്കൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, വണ്ടിയല്ലേ. അപ്പോൾ മെക്കാനിക്കലി ഉള്ള ഇഷ്യൂസ് സംഗതികൾ എന്തെങ്കിലും ചിലപ്പോൾ വരുമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ള വണ്ടി ഇനി കണ്ടിന്യൂ ചെയ്യാൻ, അതിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത. ഓക്കെ, ഇനിയിപ്പോൾ ബാറ്ററിയുടെ വില കൂടിയ ഭാഗങ്ങളുടെ കാര്യം അത് ഞാൻ സെപ്പറേറ്റ് പറയാം. ഇനി വണ്ടി വാങ്ങിക്കുന്നവരോട് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്, അത് പലതും എഴുതിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഞാൻ അതെല്ലാം കൂടെ പറയാൻ നടക്കില്ല. സോ ബേസിക്കലി റണ്ണിങ് കോസ്റ്റും കംഫേർട്ടും പവറും മാത്രം കണ്ട് വണ്ടി വാങ്ങിക്കരുത്. വണ്ടിയെക്കുറിച്ച് നല്ലപോലെ അന്വേഷിക്കണം. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ വണ്ടി വാങ്ങിക്കുകയാണെങ്കിലും ഏത് ടൈപ്പ് വണ്ടി വാങ്ങിക്കുകയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരുമായിട്ട് ഡയറക്റ്റ്ലി സംസാരിച്ച് മനസ്സിലാക്കുക. പ്രശ്നങ്ങൾ അറിയുക. പ്രശ്നങ്ങൾ പറയാത്ത ആൾക്കാർ കാണും. പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നാട്ടുകാരുടെ മുന്നിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേട് തോന്നും എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്.
പക്ഷേ അതിനല്ലാതെ നിങ്ങളൊരു 50 പേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു 5 പേരുടെ അടുത്തെങ്കിലും നിങ്ങൾക്ക് സത്യാവസ്ഥ കിട്ടും. സോ അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ സംഗതിയാണ്. അതൊക്കെ നമുക്കൊരു ലക്ക് പോലെയൊക്കെ ഇരിക്കും, നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. പക്ഷേ എങ്കിലും നമുക്കിതൊക്കെയാണ് മാക്സിമം ചെയ്യാനൊക്കുന്നത്. പിന്നെ ഈ പറയുന്ന ടയറിൻ്റെ കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ടയറിൻ്റെ കോസ്റ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇത്രയും പെർഫോമൻസ് ഉള്ള വണ്ടികളൊന്നും പണ്ട് കാലത്ത് ഈ പ്രൈസ് റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടികളൊക്കെയാണ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പവറൊക്കെ കൊടുത്ത് ഓടിക്കുമ്പോൾ അതിൻ്റെ ടയറിന് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് നോക്കുക. കാരണം എനിക്ക് തോന്നുന്നു ആ 16 റേഡിയൻസ് ഉള്ള ടയറിന് ഏതാണ്ട് 8,000 വരുമ്പോൾ 17 10,000-ന് മുകളിൽ പോകാറുണ്ട് പലപ്പോഴും പ്രൈസ്. സോ അതൊക്കെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വാങ്ങിക്കുന്നതിൻ്റെ കാര്യം, വണ്ടി വാങ്ങിക്കാത്ത ടൈപ്പ് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും എമർജൻസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകേണ്ടി വരാം എന്ന് പറഞ്ഞ് ഭയങ്കര ബിസി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് വാങ്ങിക്കുക. അതല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ആര് EV വാങ്ങണം, ആര് EV വാങ്ങരുത് എന്നാണ്. അതെ, വാങ്ങിക്കുന്നവർക്കുള്ള കുറച്ച് സജഷൻസ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇപ്പോൾ നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ EV എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പുറകെ നിങ്ങൾക്ക് ചാർജ് ആവശ്യമുള്ള സമയത്ത് എടുക്കുമ്പോൾ ചാർജ് ചെയ്യാത്തയോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. പക്ഷേ പലരുടെയും ഇതെല്ലാം യൂസ് കേസാണ്. ഓട്ടമുണ്ടോ ഓട്ടം ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുടെ വണ്ടിക്ക് കൺസിഡർ ചെയ്യാൻ ഒക്കുന്ന അത്രയും റേഞ്ചിലുള്ള ഓട്ടമാണോ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാം കൂടെ ഇവിടെ പറയാനിരുന്നു കഴിഞ്ഞാൽ സമയം ഒരുപാട്. മനു ഉദ്ദേശിച്ചത് എത്രമാത്രം എബ്രപ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ എത്രമാത്രം എമർജൻസി അതല്ലെങ്കിൽ പെട്ടെന്ന് റെസ്പോൺസിൽ ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. പെട്ടെന്നുള്ള റിസ്ക് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസും ഒരു ഫാക്ടറാണ്. സോ ഇതെല്ലാം ഞാൻ ആക്ച്വലി മറ്റേ പോസ്റ്റിനകത്ത് ഇതെല്ലാം എഴുതി ഇട്ടിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ കാര്യം, പ്രശ്നങ്ങളുടെ കാര്യം, ആക്ച്വലി നിങ്ങൾക്ക് EVകൾ വരുന്ന പല പ്രശ്നങ്ങളും, അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വന്നു പോകുന്ന പ്രശ്നങ്ങളായിരിക്കും പല ഇഷ്യൂസും. ഒരു പർട്ടിക്കുലർ സമയത്ത് വന്ന സംഗതി, ഇപ്പം ഞാൻ നേരത്തെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് EV ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല. പക്ഷേ ആ പ്രശ്നം പോലും നമുക്ക് സർവീസ് സെൻറ്ററിൽ കാണിച്ചു കൊടുക്കാൻ ഒക്കണമെന്നില്ല. ഒരു പർട്ടിക്കുലർ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ആവാത്ത സംഗതിയാണെന്നുണ്ടെങ്കിലും അതും നമുക്ക് ആരെയും കാണിച്ചു കൊടുക്കാൻ ഒക്കണമെന്നില്ല. സോ അതുപോലത്തെ സംഗതികൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ എഫേർട്ട് എക്സ്ട്രാ വേണ്ടി വരും. അക്കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സമയവും സംഗതികളും കൺസിഡർ ചെയ്യുക. പിന്നെ ബേസിക്കലി യൂസർ മാനുവൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസർ മാനുവൽ എന്തായാലും വായിച്ചു തരിക്കുക. പിന്നെ ടയറിൻ്റെ എയർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അത് കോൾഡ് ടയർ, രാവിലെ വീട്ടിൽ നിന്നുള്ള ടയർ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അധികം ഹീറ്റ് ആവാത്ത സമയത്ത് എയർ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്വന്തമായിട്ടൊരു എയർ ഇൻഫ്ലേറ്റർ വാങ്ങിച്ചാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാര്യം, അതേപോലെ എമർജൻസിക്ക് എടുത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ടാറ്റയുടെ നെക്സോൺ EV പ്രൈമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഇഷ്യൂ വരുന്ന 3.5 വർഷം അല്ലെങ്കിൽ 4 വർഷത്തിനകത്താണ് ഫസ്റ്റ് ഇഷ്യൂ വന്നത്. സോ അപ്പോൾ 1.66 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് ബാറ്ററി പാക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 87,000 കിലോമീറ്റർ. അതായത് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാറ്ററി പാക്ക് മാറ്റി വയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ തന്നെ D2N ഇഷ്യൂ വന്നിട്ട് ഒരു 8% D2N ഒക്കെ വന്നിട്ട് പ്രശ്നം വന്ന് ബാറ്ററി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറി കിട്ടി, റീഫർബിഷ്ഡ് ബാറ്ററി പാക്ക് ആയിരുന്നു. അത് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഐസൊലേഷൻ്റെ ഇഷ്യൂ കിട്ടി തുടങ്ങിയത്. ചിലപ്പോൾ സീലിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, എനിക്കറിയത്തില്ല. അത് കൺസ്യൂമർ കോർട്ടിലുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പണ്ട് ഞാൻ 2021-22 സമയത്ത് സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ കിടക്കുന്ന വണ്ടികളുടെ ഏതാണ്ട് ആ റേഞ്ചിലൊക്കെ തന്നെ ഇപ്പോഴും EVs ഉള്ളൂ. സോ അതിനെക്കാട്ടിയും വളരെയധികം സെയിൽസ് കൂടിയിട്ടുണ്ട്. സോ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാം, അല്ലെങ്കിൽ സർവീസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയാം. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, അക്കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുത്ത് നോക്കുക. പിന്നെ അതിനകത്ത് ഈ നേരത്തെ കോൺട്രാക്ടർ വെൽഡർ, അതായത് ഞാൻ ഫസ്റ്റ് വണ്ടി കിടന്നുപോയ സിറ്റുവേഷനൊക്കെ വരുന്ന അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ സമ്മതിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇഷ്യൂ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഒരു ഇൻഡിക്കേഷനും ഉണ്ട്. നേരത്തെ അതില്ലായിരുന്നു. അതൊക്കെ പണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു. അതേപോലെ തന്നെ
ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉള്ള അലേർട്ട് കിട്ടുന്ന കാര്യമൊക്കെ പണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അത് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതേപോലെ 12 വോൾട്ട് ബാറ്ററിയുടെ ഇൻഡിക്കേഷനും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പുതിയ വണ്ടി എടുത്തവരുടെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ ഒക്കൂ. ഞാൻ ഒരു 3-4 മാസം മുമ്പ് ചോദിച്ചപ്പോൾ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ 2024 തോന്നുന്നു അവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇനി 100% അല്ല, ചാർജിങ് സ്റ്റോപ്പ് ആകുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങിനൊക്കെ എവിടെയെങ്കിലും ചെന്ന് കുത്തുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ചാർജിങ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നേ ആ ചാർജിങ്ങിൻ്റെ ആപ്പ് പറഞ്ഞാൽ നമ്മളറിയും. അതല്ല നമുക്കറിയാനൊരു വഴിയില്ല. ഫോൺ എടുത്ത് നമ്മൾ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ ഒക്കുമല്ലോ. സോ അപ്പോൾ ആ ഒരു സംഗതി ഉണ്ട്. സോ അത് കൂടാതെ മഡ് ഫ്ലാപ്പിൻ്റെ ഇഷ്യൂസ് ഇപ്പോൾ അവരൊരു മഡ് ഫ്ലാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാരണം പ്രശ്നം മാറുമോ എന്നറിയത്തില്ല. പിന്നെ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. പക്ഷേ എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ചാർജിങ് ഗണ്ണ് ലോക്ക് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ, അതിനൊരു ഡിസ്പ്ലേ, ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ അത്യാവശ്യമാണ്. കാരണം പല ആൾക്കാരും ചാർജിങ് കഴിഞ്ഞിട്ട് ഗൺ ഊരാൻ നോക്കുമ്പോൾ അവർക്ക് ആക്ച്വലി ഒരു റെഫറൻസ് ഇല്ല. ഗൺ അൺലോക്ക് ആയോ ഇല്ലയോ എന്ന് അറിയാനൊരു വഴിയില്ല. സോ ആ ഒരു പ്രശ്നം ഉണ്ടാകും. ഉദ്ദേശിക്കുന്നത് ചാർജിങ് പോർട്ടിന് തൊട്ടടുത്ത് തന്നെ വിഷ്വലി കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ വേണം. ഒന്നിൽ അങ്ങനെ, അതല്ലെങ്കിൽ വണ്ടിക്ക് അകത്താണെങ്കിലും മതി. പക്ഷെ ആൾക്കാർ എന്തെങ്കിലും ഒരു സാധനത്തെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഈ സാധനം അൺലോക്ക് ആണെന്ന് അറിയാനും ആ സാധനം ഊരാൻ പോകാനും മനസ്സിലായി. അതായത് ഇപ്പം MG ZCV XUV400 മഹേന്ദ്ര ബെവ്സ് അതിനുള്ള പോലെ തന്നെ ഗണ്ണിന്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്കൺ വേണം. ലോക്കിന്റെ സ്റ്റാറ്റസും ലോക്കിന്റെ സ്റ്റാറ്റസിന്റെ ഒരു ഇൻഡിക്കേഷൻ വേണം. ബാക്കിയുള്ളതിനകത്ത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് അറിയത്തില്ല. എനിക്ക് അയോണിക്കിനകത്തുണ്ടെന്ന് തോന്നുന്നു. അയോണിക്കിനകത്ത് ഈ ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ZSലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. സോ അങ്ങനെ ഒരു പോയിന്റ് റിക്വയർഡ് ആണ്. കാരണം പലപ്പോഴും ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞ് ഈ സാധനം ചിലപ്പോൾ ഊരി വരണമെന്ന്, അകത്തെ ഗൺ അൺലോക്ക് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ പിടിച്ച് വലിക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒരുപാട് സംഗതികളുണ്ട്, അതെല്ലാം ഞാനിപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരുമില്ല. സോ താല്പര്യമുള്ളവർക്ക് വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എല്ലാവരും എക്സ്പീരിയൻസ് പറയുമല്ലോ, അപ്പോൾ ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതി ഇത്രയൊക്കെയാണ്. എല്ലാവരും EVയിലോട്ട് EVയുടെ യൂസ് കേസ് ഉള്ളവരെല്ലാവരും EVയിലോട്ട് മാറുന്നത് തന്നെയാണ് നല്ലത്. EVയുടെ യൂസ് കേസ് ഇല്ലാതെ EVയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും പലർക്കും ഫലം. അങ്ങനെ പലരും വിറ്റിട്ടുള്ള കേസസും ഉണ്ട്. ഓക്കെ, സൂപ്പർ യൂസർ കാറ്റഗറി, അതായത് വളരെ ഹൈ യൂസേജ് ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പം മനു വളരെ വെൽ പാക്ഡ് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ടൈം ജനറൽ ആയിട്ട് ഒരാൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുമോ? ഇതാണ് വലിയ ഒരു പ്രശ്നം. അതായത് ഒരു സാധാരണ യൂസറിന് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ 50 തവണയിൽ കൂടുതൽ സർവീസ് സെൻറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഇനി അടുത്തെടുക്കാം, ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഞാനിനി അടുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം, ഇൻ കേസ് ഇതിൻ്റെ കാര്യമെല്ലാം ഒരു തീരുമാനമായിട്ട് അടുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം ആക്ച്വലി നെക്സോൺ EV45 ആണ്. പക്ഷേ അതിനകത്ത് ഇനി 50 തവണ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഇനി സർവീസ് സെൻറ്ററിൽ പോകില്ല. പോയാലും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പണ്ട് ഈ എക്കോസിസ്റ്റം ബെനിഫിറ്റ് ആവാനും ഒരു പ്രശ്നം അറിയിച്ച ആ സാധനം അവർ സോൾവ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പറയാനും അതിനുവേണ്ടി നമ്മൾ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ സാധനം ഇപ്പോൾ ടെലിമാറ്റിക്സിൻ്റെ ആണെങ്കിലും അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എൻ്റെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇഷ്യൂ കാണിക്കാനാണെങ്കിലും ഒക്കെ ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അത്രയും എഫേർട്ട് ഇനി പുതിയ സാധനം എടുക്കുമ്പോൾ ഞാൻ അത്രയും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളുടെ കാര്യം നടക്കുന്നിടത്തോളം നടക്കുക എന്നുള്ളത് മാത്രമേ പോയിന്റ് കാണത്തുള്ളൂ. മാറ്റി പിടിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ പ്രൈസ് റേഞ്ച് ഇപ്പോൾ വാങ്ങിക്കാൻ വേറെ വണ്ടിയില്ല. ഞാൻ വണ്ടി ഇല്ല. വിൻസറിന് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആക്ച്വലി ഇതിന് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഇഷ്യൂസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും റിലേറ്റീവ്ലി വിൻസറിന് പല രീതിയിലുള്ള ഇഷ്യൂസ് പല ആൾക്കാർ പറയും. നദീമിന്റെ അടുത്ത് സംസാരിച്ച് നോക്കിയാൽ ആക്ച്വലി ഇപ്പൊ ഞാൻ നെക്സോൺ 45 ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ആദ്യമേ വണ്ടി എടുത്തത് 16,65,000 രൂപ കൊടുത്താണ് ഫസ്റ്റ് ഞാൻ നെക്സോൺ EV പ്രൈം എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫറൊക്കെ കഴിഞ്ഞ് ഒരു 16 രൂപയ്ക്ക് എനിക്ക് നെക്സോൺ EV45 വാങ്ങിക്കാൻ നിൽക്കും, ഫിയർലെസ്. സോ ഞാൻ അതിനകത്ത് വലിയ കുഴപ്പമില്ല. ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളുടെ ഒരു ഭാഗം തന്നെ ആയിരിക്കും ഇനി അനുഭവിക്കേണ്ടി വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഒരുമാതിരി ഓക്കെയാണ്.
ആ പ്രൈസ് റേഞ്ച് വേറെ വണ്ടിയുള്ളതായിട്ട് എനിക്ക് വലിയ ഐഡിയ. പ്രിസ്മാറ്റിക് ആണെന്നാണ് എൻ്റെ അറിവ്, ഇതുവരെയുള്ള അറിവ്. അതായത് 2020 16 ലക്ഷത്തിന് 30 കിലോ വാട്ട് ആയിരുന്നു, ഇപ്പൊ 16 ലക്ഷത്തിന് 45 കിലോ വാട്ട്. ഇല്ല, ഞാൻ നോക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം മനുവിൻ്റെ കാറ്റഗറി സൂപ്പർ യൂസർ കാറ്റഗറിയിലാണ് വരുന്നത്. ഈ ജനറലി നമ്മൾ ഏതൊരു ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ പുതിയ ടെക്നോളജീൻ്റെ മുകളിൽ ബിലീവ് ചെയ്യുന്നത് നമ്മളത് യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ആവും. വെൻ ഇറ്റ് കംസ് ടു ചാർജിങ്, വെൻ ഇറ്റ് കംസ് ടു സർവീസിങ്. ഇപ്പോൾ മനു തന്നെ പറഞ്ഞു സർവീസിങ്ങും കാര്യങ്ങളും നല്ലപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട് വെൻ കമ്പയർ ടു ബിഫോർ എന്നുള്ളത്. പക്ഷേ ഇതിലൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് സൂപ്പർ യൂസർ കാറ്റഗറി പെടുന്ന ആൾക്കാർ എൻഡ് ഓഫ് ലൈഫ് സൈക്കിളിലോട്ട് വളരെ പെട്ടെന്ന് എത്തുന്നു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ആവുന്നതിൻ്റെ മുന്നേ. അതൊരു വലിയ റീസൺ ആയിട്ട് കാണുന്നുണ്ടോ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്? എനിക്ക് ആക്ച്വലി ഇപ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. സോ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ചേട്ടനും അമ്മയും അച്ഛനുമായിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ആ സമയത്ത് സിയോൺ മാത്രമേ ഉള്ളായിരുന്നു, റിലാക്സിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ എങ്ങാണ്ട് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ബാംഗ്ലൂർ വരെ പോകാനും അത് കഴിഞ്ഞ് റിപ്പീറ്റ്ലി പോകാനും ഒത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനെക്കാട്ടി മേ ബി ഒരു 2 ടൈംസോ 3 ടൈംസോ 4 ടൈംസോ ചാർജിങ് സ്റ്റേഷൻസ് വന്നിട്ടുണ്ടാവും അവിടെ. പക്ഷേ ഇപ്പോൾ പോകുന്ന ചാർജിങ് സ്റ്റേഷൻ എല്ലാം വർക്കിംഗ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ഒരു വളരെ വലിയ ഇഷ്യൂ, അതൊരു ഇഷ്യൂ ആണ്. എണ്ണം കൂടിയിട്ടുണ്ട്, എണ്ണം ഭീകരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു OEMസിനും അതേപോലെ തന്നെ ചാർജിങ് കമ്പനീസിനും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ്. അതായത് ഇപ്പം വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടാൻ നേരത്തെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ പ്രഭാവിയിൽ അതിനുവേണ്ടി ചെയ്യുന്നൊരു സംഭവമാണ് മാൻഡ് ചാർജിങ് സ്റ്റേഷൻ എന്നുള്ളത്. ചാർജ് നിന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫ് വിളിച്ച് പറയും ചാർജിങ് നിന്നിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്ന 1-2 ചാർജിങ് സോഫ്റ്റ്വെയർ കമ്പനീസും ഇതേപോലത്തെ സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതെ, സ്റ്റാറ്റിക്കിൽ ഈ ഒരു ഫീച്ചർ ഉണ്ട്. സ്റ്റാറ്റിക്കിനകത്ത് എനിക്ക് കോൾ ബാക്ക് വന്നിട്ടുണ്ട്. എനിക്ക് കോൾ ബാക്ക് വന്നിട്ടുണ്ട്, ഇതേപോലെ ചാർജിങ് തീർന്നു എന്ന് പറഞ്ഞു. ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജാണ്, അത് കോൾ ബാക്ക് വന്നിട്ടുണ്ട്. ഒരു മാൻഡ് ചാർജിങ് സ്റ്റേഷൻ എന്നുള്ള സാധനം ഞാൻ ബേസിക്കലി കണ്ടിട്ടുള്ളത് തിരുപ്പതി പോയപ്പോൾ. അന്ന് ഏറ്റവും മോശം സമയത്ത് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തിരുപ്പതി പോയപ്പോൾ കണ്ടതാണ്. തിരുപ്പതിയിലും ചിറ്റൂരും ഉണ്ടായിരുന്നു. അവിടെ രണ്ടിടത്ത് വെച്ച് മാൻഡ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുള്ളാണ്, എസ്പെഷ്യലി ഈ ടെക്നോളജിയെക്കുറിച്ച് വലിയ അറിവില്ലാത്തവർക്ക്. നമ്മൾ പൈസ കൊടുക്കുക, ചാർജ് ചെയ്യുക. ചേട്ടനും ഭയങ്കര ഇഷ്ടം. ചേട്ടൻ ടിയാഗോ EV യൂസ് ചെയ്യുന്നുണ്ട്. ചേട്ടന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2 വർഷമായിട്ട് ടിയാഗോ EV യൂസ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ചേട്ടനും ഈ പറഞ്ഞ പോലെ മാൻഡ് ചാർജിങ് ശേഷം ഭയങ്കര താല്പര്യമുള്ള ഒരു സംഗതിയാണ്. ഇനി നമുക്കിപ്പം മനു പറഞ്ഞ വെഹിക്കിൾ അടുത്ത മനു പർച്ചേസ് ചെയ്യണമെങ്കിൽ ടാറ്റയുടെ നെക്സോൺ EV 45 ആയിരിക്കും. ആ ഒരു ഡിസിഷനിലോട്ട് എത്താൻ കാരണം വാഹനത്തിന്റെ റേഞ്ച്, കംഫർട്ട്, പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി ഞാൻ 2 കാറ്റഗറി യൂസേഴ്സിനെ പറയാം. ഈ യൂസേഴ്സിന് വേണ്ടിയിട്ട് മനു അഥവാ EV സജസ്റ്റ് ചെയ്യുമോ ഇല്ലേ, ഇനി അഥവാ സജസ്റ്റ് ചെയ്യുമെങ്കിൽ വിച്ച് കാർ ആൻഡ് മോഡൽ എന്ന് പറയാമോ? ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആവറേജ് ആയിട്ട് വരുന്നത് നോർമൽ ചെറിയ ബിസിനസ്, അതല്ലെങ്കിൽ ഒരു സാധാരണ റെഗുലർലി എംപ്ലോയിഡ് ആണ്. ആനുവലി 10,000 to 15,000 കിലോമീറ്റേഴ്സിനകത്താണ് യൂസേജ്. കമ്പനിയുടെ MDയോ സ്വന്തമായിട്ട് കമ്പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത്ര ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാവലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 15,000 കിലോമീറ്റർ, മോസ്റ്റ്ലി 70 to 80% സിറ്റി, ഒക്കേഷണലി 20% ഓൺ ഹൈവേ. ഇങ്ങനത്തെ ഒരാൾക്ക് മനു EV സജസ്റ്റ് ചെയ്യുമോ ഇല്ലേ? ഇപ്പം ഈ ചോദിക്കുന്ന ചോദ്യം വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് സെപ്പറേറ്റ് വേണമെങ്കിലും എന്തെങ്കിലും പറയാം. അതൊന്ന് കണക്കൂട്ടി നോക്കിയിട്ട് പറയാനൊക്കെ. ഓക്കെ, ഇപ്പം ആക്ച്വലി എനിക്കൊന്ന് ഫെരാരി റൂൾസ് എന്നോ മറ്റോ പറഞ്ഞൊരു എക്സ്പേജ് ഉണ്ട്. ആ എക്സ്പേജിനകത്ത് ആക്ച്വലി പുള്ളി ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ജിറ്റ്ഹബിനകത്ത് ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര ശതമാനം യൂസേജ് ഉണ്ട്, എത്ര ശതമാനം ഹൈവേ യൂസേജ് ഉണ്ട്, എത്ര ശതമാനം സിറ്റി യൂസേജ് ഉണ്ട്, ടോട്ടൽ എത്ര കിലോമീറ്റർ മന്ത്ലി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വണ്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ നോക്കും. നിങ്ങളതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് എത്ര നാൾ കഴിയുമ്പോൾ ഇത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുക്കണം, ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്താണ്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ നോക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് ഫൈനാൻഷ്യലി ബെനിഫിറ്റ് എന്നോട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, റീസെയിലിൻ്റെ കാര്യം മാത്രമേ അവിടെ കൺസിഡർ ചെയ്യാതുള്ളൂ. അത് പക്ഷേ വലിയൊരു ഫാക്ടർ ആണെന്ന് തോന്നുന്നു. ഇനി സൂപ്പർ യൂസർ കാറ്റഗറിയിലോട്ട് പോവാം. സൂപ്പർ യൂസർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി മിനിമം 100 കിലോമീറ്റേഴ്സ് ഓഫ് യൂസേജ് ഉള്ള ആൾക്കാർ. പല കേസിലും കാണാറുള്ളത് എനിക്ക് നല്ലപോലെ ഓട്ടം ഉണ്ട്, അതുകൊണ്ട് ഞാൻ EV വാങ്ങുന്നു എന്നുള്ളതാണ്. മനു പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ പല കാറ്റഗറി കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളത്. എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഹൗവർ അത്യാവശ്യം നല്ല യൂസേജ് വരുന്നുണ്ട്. ഇവർ EV വാങ്ങാൻ നേരത്തെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അതായത് വാഹനത്തിന്റെ കറക്റ്റ് റേഞ്ച് അനുസരിച്ചിട്ടാണ് വാങ്ങേണ്ടത്, അതല്ലെങ്കിൽ സ്പെയർ എക്സ്ട്രാ റേഞ്ച് വെക്കണം എന്നുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി എല്ലാവരോടും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 100 കിലോമീറ്റർ, ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു 100 കിലോമീറ്ററിൻ്റെ വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ 60%, അതായത് 60 കിലോമീറ്ററിനകത്ത് നിങ്ങൾക്കുള്ള ഡ്രൈവ് മാത്രമേ നിങ്ങൾ റുട്ടീൻ യൂസായിട്ട് എടുക്കാൻ പാടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% നിങ്ങളൊരു ബഫറായിട്ട് വയ്ക്കും. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു റോഡ് ബ്ലോക്കോ സംഗതികളോ വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ ഹൈ റേഞ്ച് വെഹിക്കിളാണെങ്കിൽ 20% എന്നുള്ള 5% മതിയായിരിക്കും. അത് എത്ര കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്യണമെന്നുള്ളതനുസരിച്ച്.
പിന്നെ ഉള്ള ഒരു 20% നിങ്ങൾ ഭയങ്കര യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഡീഗ്രഡേഷൻ കാരണം ഒരു 10-20% ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്യും. അത് നിങ്ങളുടെ റുട്ടീൻ യൂസിനെ ബാധിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഇപ്പോഴത്തെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ യൂസർ ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ഉള്ള പരിപാടികളെ മൊത്തം അഫക്റ്റ് ചെയ്യും. സോ അതിനെ ഈ മാനേജ് ചെയ്യാൻ എന്തെങ്കിലും വഴികൾ, അതിപ്പോൾ ബസ്സിൽ പോകാനാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ വണ്ടി എടുത്ത് പോകാൻ ഒക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സെക്കൻഡറി വെഹിക്കിൾ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഞാൻ 1.5 ലക്ഷം കിലോമീറ്റർ വരെ ഓടുന്നത് വരെ എൻ്റെ പ്രൈമറി കാർ ആയിരുന്നു ഇത്. എനിക്ക് അങ്ങനെ വണ്ടി സർവീസ് സെൻറ്റർ ഇട്ടിരിക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല. ഒരുപാട് സർവീസ് വിസിറ്റ്സ് ഉണ്ടെങ്കിലും ഇട്ടിരിക്കേണ്ട സിറ്റുവേഷൻസ് അധികം വന്നിട്ടില്ല. സോ ഇട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഫർ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് കുറേ കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവർ വണ്ടി എടുത്തത് ബേസിക്കലി എഫേർട്ട് മീൻസ് റണ്ണിങ് കോസ്റ്റ് കുറവായതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും വണ്ടി എടുത്തിട്ട് വണ്ടി സർവീസ് സെൻറ്ററിൽ കിടക്കുന്നത് കൊണ്ട് വണ്ടി ഓടിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പലരും ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടു. പ്രൈമറി കാറും സിംഗിൾ കാറും കൂടി ആയതുകൊണ്ട് അതെ. ഓക്കെ മനു, ഇനി വേറൊരു ചോദിക്കുന്ന ചോദ്യം ഇത് ജനറൽ ആയിട്ടുള്ളതാണ്. ജനറലി എല്ലാവരും പറയാറുണ്ട് EV ഇസ് ദ ഫ്യൂച്ചർ എന്നുള്ളത്. പക്ഷേ മനു ഏതിനോടാണ് യോജിക്കുന്നത്? EV ഇസ് ദ ഒൺലി ഫ്യൂച്ചർ അതോ EV പ്ലസ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ്, ഹൈബ്രിഡ്, CNG അതേപോലത്തെ സോഴ്സസ് എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണോ ഫ്യൂച്ചർ എന്നുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കാര്യമായിട്ട് അറിയത്തില്ല. കാരണം ടെക്നോളജീസ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ EV ഏത് സംഗതി വരുവാണെങ്കിലും ഇപ്പോഴത്തെ കേസിൽ നമുക്കൊരു സാധനത്തെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചോയ്സ് ഇലക്ട്രിസിറ്റിയാണ്. അത് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ ഹൈഡ്രജൻ വെഹിക്കിൾസോ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ സംഗതി വരുവാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനെ ഫ്യൂൽ സെല്ലായിട്ട് യൂസ് ചെയ്ത് EV ആയിട്ട് യൂസ് ചെയ്യാം. സോ അതല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ടെമ്പററി ബാറ്ററി വെച്ചിട്ട് അതിനെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. കാരണം അതേപോലെ ഹൈബ്രിഡ്സ് വരെ നേരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഹൈബ്രിഡ് വില കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ നല്ല ഓപ്ഷനാണ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് ആണെങ്കിൽ. പക്ഷെ അതല്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ് അല്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനൊരു 14 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞല്ലോ. എനിക്ക് ആക്ച്വലി എൻ്റെ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു സാലറി ബഡ്ജറ്റ് വെച്ചിട്ട് എൻ്റെ EMI കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പ്രൈസ് റേഞ്ച് എത്തിയിരിക്കുന്നത്. സോ അതിനെക്കാട്ടിയും കൂടുതൽ പൈസ കൊടുക്കാൻ വെക്കുന്നവരാണെങ്കിൽ അത് വാങ്ങിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് നിങ്ങളെ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഗുണം ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഈ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധാരണ വണ്ടിയെക്കാട്ടിയും ചിലപ്പോൾ ബെറ്റർ ആയിരിക്കാം 25-30 കൊടുത്ത് വാങ്ങിക്കുന്ന ഹൈബ്രിഡ്. പക്ഷെ ആ പ്രൈസ് ഡിഫറൻസിനുള്ള ബെനിഫിറ്റ് എന്തെങ്കിലും അത് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം. ഓക്കെ മനു, പിന്നെ പേഴ്സണൽ കാറിന്റെ മുകളിൽ വെള്ളം കയറി എന്നുള്ള സിറ്റുവേഷൻ പറഞ്ഞല്ലോ. ഇപ്പം ടാറ്റയുടെ സർവീസ് ഷെഡ്യൂളിന്റെ അകത്ത് 7500 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. ഇതിന്റെ മുകളിൽ പീരിയോഡിക് മെയിൻ്റനൻസ് സർവീസ് എന്നാണ് അവർ വിളിക്കുന്നത് തന്നെ. അതിന്റെ ഭാഗമായിട്ട് പീരിയോഡിക് ചെക്കപ്പ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഓബ്വിയസ്ലി ചെക്കപ്പിന്റെ അകത്ത് ഈ വാട്ടർ കണ്ടന്റ് ഡിറ്റക്ട് ചെയ്യേണ്ടതല്ലേ? ഡിറ്റക്ട് ചെയ്യേണ്ടതാണ്, ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്ക് കൂടുതൽ അവരുടെ ചെക്ക് പോയിന്റിനകത്ത് ആ സാധനം ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ബാറ്ററിയുടെ IP റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ഓക്കെ, ഇതേപോലെ തന്നെ സെൽസിന്റെ മുകളിൽ കോസ്റ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. ഈ സെൽസിന്റെ കോസ്റ്റ് കുറഞ്ഞിട്ടെങ്കിലും 50,000 ഇൻ ടേംസ് ഓഫ് ലേബർ ഇസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ. ഇപ്പം ജനറലി സർവീസ് സെൻ്ററിലുള്ള സ്റ്റാഫ് പലരും ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇപ്പം ഇലക്ട്രോണിക്സ് ഫീൽഡിൽ റിപ്പയർ നടത്താൻ വേണ്ടിയിട്ട് സർവീസിന് സ്റ്റാഫ് കേപ്പബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ, റാദർ ദാൻ ഡിപ്പെൻഡിങ് ഓൺ തേർഡ് പാർട്ടി വെൻഡേഴ്സ്? ഇല്ല, ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞതും ബാറ്ററി സർവീസ് സെൻറ്ററിൽ അയച്ച് റിപ്പയർ ചെയ്ത് വരുന്ന കാര്യമാണ്. അതല്ലാതെ സർവീസ് സെൻറ്ററിൽ നിന്ന് ഈ മൊഡ്യൂൾ മാറ്റി വെച്ച് തരലില്ല. അങ്ങനെ ഒരു സംഗതി ഇതുവരെ. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആക്ച്വലി ഞാൻ ബേസിക്കലി ഇതെല്ലാം EV കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള രീതി മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഒരു മോട്ടിവേഷനും ഇതിൻ്റെ പുറകിലില്ല. ഓക്കെ, എൻ്റെ പേര് സ്റ്റാജൻ. ഞാനൊരു പരസ്യചിത്ര സംവിധായകനാണ്. അതോടൊപ്പം ജെറ്റ് EV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു EV സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഫൗണ്ടറിൽ ഒരാളും കൂടിയാണ്, ഫൗണ്ടറാണ്. എനിവേ, ഇപ്പോൾ ഈ EVയുടെ പലതരത്തിലുള്ള ന്യൂനതകളും പോസിറ്റീവ് വശങ്ങളും നമ്മളോട് സംസാരിച്ചിരുന്നു. ഇതിലൊരു എനിക്ക് തോന്നിയൊരു പ്രധാന ആംഗിൾ ഞാൻ പറയുകയാണെങ്കിൽ, EV ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളൊരു വെഹിക്കിളാണ്, ഓടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഓട്ടോമാറ്റിക്കാണ്, നമുക്ക് ആക്സിലേഷൻ പെട്ടെന്ന് കിട്ടും, ഓവർടേക്ക് ചെയ്യാം, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു EV ഡ്രൈവർ ആവാൻ നമ്മൾ മിനിമം ഒരു ട്രെയിനിങ് നേടണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും വണ്ടി എടുത്തതിന് ശേഷമാണ് ആ ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ആദ്യം നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞ് പെട്രോൾ വണ്ടിയിൽ നിന്ന് ഞാൻ എടുത്തിരുന്നത് ഒരു പെർഫോമൻസ് വെഹിക്കിൾ എന്നുള്ളത്, സാധാരണ ഒരു പെർഫോമൻസ് വെഹിക്കിൾ ഓടിച്ചിരുന്ന ഒരാളാണ്.
സ്വാഭാവികമായിട്ട് ഇ വിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു ഫാസ്റ്റ് ചാർജിൽ പോയിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ പെട്രോളും ഇ വിയും തമ്മിൽ വലിയ വ്യത്യാസം വരില്ല. 5 രൂപ 4 രൂപ 5 രൂപയുടെ ആവറേജ് ഇ വിക്ക് കോസ്റ്റ് വരും, പെട്രോളിനൊരു 7 രൂപ വരും, അല്ലെങ്കിൽ ഡീസലിനൊരു 7 രൂപ വരും എന്നുള്ള കണക്കിലാണ്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ മാറി നമ്മളൊരു സ്മാർട്ട് ഡ്രൈവറായിട്ട് മാറും. ഈ റീജൻ എടുക്കാൻ പഠിക്കും, നമ്മൾ ആക്സലേഷൻ കൊടുക്കുന്നത് ശ്രദ്ധിക്കും, നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യും, നമ്മൾ ഒപ്റ്റിമം മൈലേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇ വി ഡ്രൈവർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പെട്ടെന്ന് പെട്രോൾ വണ്ടിയിൽ നിന്നും ഡീസൽ വണ്ടിയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഇ വിയിലേക്ക് വരുന്ന ആളെ സംബന്ധിച്ചിട്ട് ആദ്യകാലത്ത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഗ്രൂപ്പുകളിൽ മുഴുവനുള്ള ആദ്യ ചർച്ചകൾ അതായിരിക്കും. റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പരാതി വരിക. രണ്ടാമത്തെ പരാതി വരിക ഇതിനെ ചാർജിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇത് ഇ വി എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു ടെക്നോളജി ഇൻവോൾവ് ചെയ്യുന്നത് ഒരു ബേസിക് നോളേജും കൂടി അതിലുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എങ്ങനെയാണ് ഇ വി വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ചാർജിങ് രീതികൾ എന്താണ്. ആദ്യകാലത്ത് ഈ റേഞ്ച് ഒന്നിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തൊരു സമയമായിരുന്നു. അതെ അതെ, അതുകൊണ്ടായിരിക്കും അങ്ങനെ വ്യാപകമായിട്ട് നമ്മൾ കേട്ടത്. അതെ. ഇന്ന് പക്ഷേ എന്തായിട്ടുണ്ട്, ഓൾറെഡി ഈ മേഖല കുറച്ച് അവയർനെസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് കൺക്ലൂഡ് ചെയ്യാം. അതായത് മുമ്പ് നമ്മളൊക്കെ ഇ വി എടുക്കുന്ന സമയത്ത് സത്യത്തിൽ സംഭവിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പീരിയൻസും ഒരു എക്സ്പെരിമെൻറ്റുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അതായത് പുതിയൊരു സാധനം വന്നു, നമ്മളത് പരീക്ഷിക്കാൻ തയ്യാറായിരുന്നു അല്ലേ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആ വണ്ടിയിലേക്ക് വരികയും നമ്മളതിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ക്ഷമ കാണിക്കുന്നതും ഇതുപോലേക്ക് മുന്നോട്ട് പോകുന്നതും. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ പിന്നീട് വന്നതിൽ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ അവരതിൻ്റെ ലാഭം മാത്രം നോക്കി. അതായത് 1 കിലോമീറ്റർ പോകാൻ, കാരണം അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പാറ്റേണും ഇതൊക്കെ വന്നു കഴിഞ്ഞു. അതായത് 1 കിലോമീറ്റർ പോകാൻ 1 രൂപയെ താഴെ. ഇതിൻ്റെ കാര്യത്തിൽ പിന്നീട് സംഭവിച്ചൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ പരസ്യങ്ങളൊക്കെ ഒരു രീതിയിലേക്ക് പോകുന്നു. 1 രൂപയുടെ താഴെ വണ്ടി ഓടിക്കുക. ഇവിടെയാണെങ്കിൽ പെട്രോളിൻ്റെ പ്രൈസ് ഇങ്ങനെ കത്തിക്കയറി പോകുന്നു. അപ്പോൾ ഈ പൈസയുടെ വേരിയേഷൻ നോക്കുമ്പോൾ 10 രൂപയിൽ നിന്ന് 1 രൂപയിലേക്കുള്ള കുറവ്. ഇവിടെ പല ഡാറ്റയും നമ്മളങ്ങ് മറക്കും. അതായത് നമ്മളൊരു മാസം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്, നമുക്ക് അത് ആവശ്യമുണ്ടോ. സത്യത്തിൽ ഒരു വണ്ടിയിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടിയും ഒരു ഓട്ടോമാറ്റിക് ഇ വിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്. ഇപ്പോൾ ടിയാഗോ എന്ന് പറഞ്ഞൊരു വണ്ടി എടുക്കാം, അതായത് ഒരു 11 ലക്ഷം രൂപ, മറ്റേന് വന്നിട്ട് ഒരു 8ൻ്റെ അടുത്ത് വരുന്നു, 3 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ്. അത് ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ്. ചില വണ്ടികളിൽ അത് ഇരട്ടിയാണ്. പലപ്പോഴും IC എഞ്ചിനും ഇതുള്ള വണ്ടികളിലെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ആസ്ട്രോ മറ്റേ ഇസഡസും മറ്റേതും തമ്മിൽ 33-34 ലാക്കായിരുന്നു അന്നത്തെ പൈസ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഫ്യൂവലിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല. കംഫർട്ട് ഭയങ്കര നന്നായിട്ട് കിട്ടും ഇ വിക്ക്. കാരണം കംഫർട്ട് കിട്ടുമെന്ന് പറയാൻ കാരണം വെച്ചാൽ വൈബ്രേഷൻ ഇല്ല, പിന്നെ ഒരു മൂവ്മെൻറ്റും പെട്ടെന്ന് കിട്ടും. നമുക്ക് ടോർക്ക് മാത്രമല്ല, ബ്രേക്കിംഗ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വെയിറ്റ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു വലിയൊരു കംഫർട്ട് സോൺ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർ പല കാര്യങ്ങളും ഇപ്പോൾ ചുരുക്കൊരു കാര്യം, നമ്മൾ ഇ വിയിൽ നമ്മളൊക്കെ ചിരിച്ചോണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആ 10ൻ്റെ സ്പാനർ എടുത്തേന്ന് ഇല്ലേ, നമ്മളല്ലേ ചിരിച്ചോണ്ടാണ് പറയുന്നത്. പക്ഷെ ഇത് അനുഭവിക്കേണ്ടി വന്ന് ഇതിനെക്കുറിച്ച് ഒരു ഗന്ധമില്ലാത്ത ഒരു നോളജും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ 11:30 കണ്ടിട്ടുണ്ട്. പാതിരയ്ക്ക് കുടുംബമൊക്കെ ആയിട്ട് ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അയാൾ സത്യം പറഞ്ഞാൽ ആ നിമിഷം ആ കമ്പനീനെ ആ ഇതിന് ശപിച്ച് പണ്ടാറടങ്ങി നിൽക്കുകയാണ്. കാരണം വെച്ചാൽ ആ നേരത്തെ അവരുടെ വണ്ടി എങ്ങനെയുണ്ടെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് അടി കിട്ടും. കാരണം അയാളെ സംബന്ധിച്ചിട്ട് അയാളുടെ ജീവിതത്തിൽ അയാളെടുത്ത ഏറ്റവും മോശം തീരുമാനം അതായിരിക്കും. പലരും പല കാര്യം പറയും, കല്യാണമായിരുന്നു മറ്റേതായിരുന്നു, പക്ഷേ ഇതായിരിക്കും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം. കാരണം വെച്ചാൽ മിനിമം ഇതിന് ഒരു നോളേജ് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് തന്നെ. കാരണം പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ പലപ്പോഴും ഗിനിപ്പിഗ് ആയിട്ടാണ് ഇന്ത്യൻ കാർ കമ്പനികൾ കാണുന്നത്. നമ്മളിലൂടെ അവർ പഠിക്കണം. നാജി ചിലപ്പോൾ സമ്മതിക്കില്ല, കാരണം ഇങ്ങനെ ഒരു ഭയങ്കര ഡിപ്ലോമസിയുടെ ആളാണ് ഞാൻ, എനിക്ക് ഡിപ്ലോമസി ഇല്ല. അപ്പോൾ നമ്മളെ കാണുന്നത് എന്താ വെച്ചാൽ ഇത് വെച്ച് അവരങ്ങ് പഠിക്കുകയാണ്. ഓരോ സംഭവം കാണുമ്പോൾ ആര് പഠിക്കുന്നു, മെക്കാനിക്ക് തൊട്ട് അങ്ങോട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ നമ്മളിപ്പോൾ പുറമെ ഓടുന്ന വണ്ടികൾ, ഞാൻ ബ്രാൻഡ് എടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, BYD. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കാണുന്നുണ്ടോ?
അത് പറയാം, നമ്മൾ ZCVയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ ZDVയുടെ കാര്യം പറയുന്നു. ഓസ്ട്രേലിയ ആൻഡ് യൂറോപ്യൻ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 5 years പ്ലസ് പ്രൂവൻ ഹിസ്റ്ററിയുള്ള വാഹനമാണ് ZCV. ഞാൻ ZDV എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ടാറ്റ വണ്ടി എടുത്തോണ്ട് ZDV എടുത്തത്. അല്ലെങ്കിൽ ZDV എടുക്കില്ലായിരുന്നു. ടാറ്റ വണ്ടി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജി, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഞാനിത് തുറന്നു പറയുന്നതിലൊരു വിഷമമില്ല. കാരണം ഞാൻ അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലും ചെറിയൊരു ബേസ് ഉള്ളൊരു മനുഷ്യനാണ്. നമ്മൾ തന്നെ പലപ്പോഴും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി പോകുന്ന അത് വിയേർഡായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അത് ഒരുപാട് പേരിൽ ഒരേപോലെ കാണുക. അതായത് ഇതിനൊരു ലോജിക്കില്ല. ചാത്തൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ഏർപ്പാടുകൾ പോലെയാണ് ഇതിൽ കാണുന്നത്. അതേസമയം ഞാനിപ്പോൾ നേരത്തെ തമാശയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും, ഞാനിപ്പോൾ ഒരു 10-20ഓളം ഞാനും ഗോവിന്ദൊക്കെ ഒരു 10-20ഓളം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെമ്പറായിരിക്കും അല്ലേ? മോർ ദാൻ ദാറ്റ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ആലോചിച്ച കാര്യം എന്നറിയോ, ഞാൻ ഈ ZDVയിൽ ആദ്യം മെമ്പറായിരുന്നു. മൊത്തം നോക്കിയപ്പോൾ ഞാൻ വായിക്കാത്ത മെസ്സേജുകൾ ടാറ്റയിൽ ടിയാഗോടെ ഇതിൽ കിടക്കുന്ന 240 മെസ്സേജ്, മറ്റേത് 167 മെസ്സേജ്. ഇതിലൊരാഴ്ചയായിട്ട് വലിയ മെസ്സേജ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ആർക്കും വഴിയിൽ കിടക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ പ്രശ്നമില്ല. ആകെ ചോദ്യം വരെ ഗോവയ്ക്ക് പോകുമ്പോൾ എവിടെയാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ ഇവർ ഈ ലോങ് ട്രിപ്പ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി, ഒരു സുഹൃത്തിന് ആ വണ്ടി MG ഉള്ളതുകൊണ്ട് ഞാൻ മറ്റേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോങ് ട്രിപ്പിന് കംഫർട്ടാണെന്ന് വന്നു. എൻ്റെ യാത്രകൾ പലപ്പോഴും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വയനാട് കയറുന്ന 285 കിലോമീറ്ററാണ് സ്ട്രെച്ച്. ടിയാഗോനെ സംബന്ധിച്ച് അത് പറ്റില്ല. പ്രത്യേകിച്ചും കയറ്റും കൂടി കയറുന്നതുകൊണ്ട് ഞാനത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു നൈറ്റൊക്കെ എടുത്തു പോയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ EV ടെക്നോളജി കുറച്ചും കൂടി റിഫൈൻഡ് ആവാനും നമ്മുടെ മാനുഫാക്ചേഴ്സ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവാനും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.